നമ്മൾ ഉപയോഗിക്കുന്ന N95 മാസ്ക് അല്ലെങ്കിൽ P2 മാസ്കിന് 0.3 മൈക്രോണിനേക്കാളും വലിയ പാർട്ടിക്കിൾസിനെ മാത്രമേ ഫിൽറ്റർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. പക്ഷേ ഒരു വൈറസിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ സൈസ് എന്ന് പറയുന്നത് 0.1 മൈക്രോൺ ആണ്. ബാക്ടീരിയ 1 to 5 മൈക്രോണിൻ്റെ ഉള്ളിലാണ് വരുന്നത്. അപ്പോൾ ഏകദേശം 0.3നേക്കാളും ചെറിയ സൈസിലുള്ള വൈറസുകളും ബാക്ടീരിയകളും ഉണ്ട്. എന്നിട്ടും എങ്ങനെയാണ് N95 അല്ലെങ്കിൽ P2 മാസ്ക് സേഫർ ആകുന്നത്? ആക്ച്വലി ഈ വൈറസസ് സ്മോളർ ആണെങ്കിൽ കൂടി ഇവ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് അന്തരീക്ഷത്തിൽ നിൽക്കുന്നത് നമ്മളുടെ ഡ്രോപ്ലെറ്റ്സിൽ കൂടെയാണ്. നമ്മൾ സംസാരിക്കുമ്പോഴോ ബ്രീത്ത് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കഫ് ചെയ്യുമ്പോഴോ സ്നീസ് ചെയ്യുമ്പോഴോ ഉണ്ടാകുന്ന എയറസോൾസിൻ്റെയോ പാർട്ടിക്കിൾസിൻ്റെയോ ഉള്ളിലാണ് ഈ വൈറസസ് അല്ലെങ്കിൽ ബാക്ടീരിയാസ് ഉണ്ടാകുന്നത്. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 0.3 മൈക്രോണിനേക്കാളും കൂടുതലാണ്. അങ്ങനെ വരുന്ന സിറ്റുവേഷനിലാണ് N95 ആ ഡെഡ്ലി വൈറസസ് ആൻഡ് ബാക്ടീരിയാസിനെ ഫിൽറ്റർ ചെയ്ത് നമ്മളെ സേഫർ ആക്കാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഈ N95 മാസ്കിൻ്റെ ഫൈബറിന് ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജസ് ഉണ്ട്. അപ്പോൾ അതിന് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ അട്രാക്ട് ചെയ്ത് ഹോൾഡ് ചെയ്ത് നിർത്താനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പം ഈ ചെറിയ വൈറസ് എല്ലാം അതിൻ്റെ പോസിൽ തന്നെ തങ്ങി നിന്നിട്ട് നമ്മളുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിലേക്ക് കടക്കാതെ നോക്കാനായിട്ട് ഈ N95 അല്ലെങ്കിൽ P2 മാസ്കിന് കഴിയും. അതുകൊണ്ടാണ് ഈവൻ ഇത്രയും മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള വൈറസസിനെ പോലും നമ്മളിൽ നിന്ന് സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് N95 അല്ലെങ്കിൽ P2 മാസ്കിന് പറ്റുന്നത്.